നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന കാര്യം എന്താണ് യോഗ, യോഗ ചെയ്യുമ്പം എന്തെല്ലാം ഗുണങ്ങളാണ് കിട്ടുന്നതിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ യോഗ നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ ജീവിതത്തിലൊരു ഡിസിപ്ലിൻ, ഒരു അച്ചടക്കം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ശീലിക്കുന്ന ഒരു മാർഗമാണ് യോഗ. നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ളൊരു സാധനമാണ് ഡിസിപ്ലിൻ. ഏറ്റവും എന്താ പറയുക, വളരെ പാടാണ് ഈ ഡിസിപ്ലിൻ കൃത്യമായിട്ട് ചെയ്യാൻ. കാരണം ഇപ്പം നമ്മൾ കൂടുതലും ആളുകൾ ഡിസിപ്ലിനൊക്കെ ശീലിക്കാൻ ശ്രമിക്കുന്നത് മറ്റുള്ളവരുടെ ഈ മോട്ടിവേഷൻ വീഡിയോസൊക്കെ കണ്ടാണ്. ഈ മോട്ടിവേഷൻ വീഡിയോസൊക്കെ കാണുമ്പം നമുക്ക് ആ ഒരു സമയത്ത് മാത്രമാണ് ഒരു ആത്മവിശ്വാസം ഉണ്ടാകുന്നത്. ഇനി എനിക്ക് എല്ലാ ദിവസവും ഒരു ചിട്ടയായ ഒരു ജീവിതം വേണം, അച്ചടക്കം വേണം, ഈ ഒരു സമയത്തൊക്കെ ഉറങ്ങണം, എഴുന്നേൽക്കണം, അരമണിക്കൂർ വ്യായാമം ചെയ്യണം, ദിവസവും ഒരു 5 പേജ് ബുക്ക് വായിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം നമ്മൾ കാണിക്കും. അത് നമ്മൾ കുറച്ച് ദിവസം മാത്രമേ ശീലിക്കത്തുള്ളൂ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ മറ്റൊരാൾ പറഞ്ഞത് കേട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അല്ലാതെ നമ്മളുടെ മനസ്സിൽ നിന്നും നമുക്കുണ്ടായിട്ടുള്ളൊരു കാര്യമല്ല ഈ പറഞ്ഞ ഒരു ഡിസിപ്ലിൻ വേണമെന്നുള്ളത്. അതുകൊണ്ട് ജീവിതത്തിൽ ഡിസിപ്ലിൻ കൃത്യമായിട്ട് പാലിക്കുന്നത് ഭയങ്കര പാടാണ്. പിന്നെ ഇത് നമ്മളുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ നോർമലായിരിക്കും. ഈ യോഗ ചെയ്യുമ്പോൾ നമ്മളുടെ അകത്തെ അവയവങ്ങൾക്ക് കൂടുതൽ ആക്റ്റീവ് ആവും. പിന്നെ നമ്മളുടെ ചിന്തകളും നമ്മളുടെ പ്രവൃത്തികളൊക്കെ നല്ലതിലേക്ക് നയിക്കും. കൂടുതലും ഓവറായിട്ട് തിങ്ക് ചെയ്യരുത്. പിന്നെ ഒരിക്കലും പാസ്റ്റിൽ ജീവിക്കരുത്. പിന്നെ പ്രസൻറ്റ് എപ്പോഴും ആലോചിച്ചിരിക്കാതെ, ഫ്യൂച്ചർ എപ്പോഴും ആലോചിച്ചിരിക്കാതെ പ്രസൻറ്റ് നന്നായിട്ട് അത് ആസ്വദിച്ച് ജീവിക്കുക. നാളെ എന്തുണ്ടാകും അതൊന്നും നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മളെപ്പോഴും പ്രസൻറ്റിൽ ജീവിക്കുക. പിന്നെ ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ഈ യോഗ ഇത് ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇത് നമുക്ക് ശരീരത്തിന് ഉന്മേഷവും ഊർജവും സന്തുലിതാവസ്ഥയും പിന്നെ ബ്ലഡ് സർക്കുലേഷനൊക്കെ നല്ലതുപോലെ ലഭിക്കുന്നതാണ്. ഇത് നമുക്ക് നമ്മളുടെ രോഗാവസ്ഥയിൽ നിന്നും മുക്തി നൽകുന്നൊരു കാര്യം കൂടിയാണ് യോഗ. ഇപ്പം യോഗ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നല്ല കഠിനമാണ്. കാരണം കൈ ഇങ്ങനെ വളഞ്ഞു വരത്തില്ല. പിന്നെ ശ്വാസം എടുക്കുന്നതിൻ്റെയും വിടുന്നതിനൊക്കെ എത്ര സെക്കൻഡ് കഴിഞ്ഞിട്ടാണ്. പിന്നെ കാല് ഇങ്ങനെ പൊക്കി വയ്ക്കുമ്പോഴും ആ സമയത്ത് ചിലപ്പം ഞരമ്പുകൾ, മസിലുകൾ വേദന എടുക്കാൻ തുടങ്ങുകയും പിന്നെ ഇപ്പോൾ ഫോട്ടോയിൽ കാണുന്ന പോലെ അല്ലെങ്കിൽ വീഡിയോ കാണുന്നത് പോലെയൊന്നും നമ്മളുടെ ശരീരം പൊങ്ങി വരാത്തത് കൊണ്ടും വഴങ്ങി വരാത്തതുകൊണ്ടും നമുക്ക് ദേഷ്യം വരാനൊക്കെ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ആദ്യം ലഘുവായിട്ടുള്ള യോഗാസനങ്ങൾ പരിശീലിക്കുക. ഈ പ്രാണായാമങ്ങളും അതേപോലുള്ള ലഘുവായിട്ടുള്ള യോഗാസനം തുടങ്ങിയിട്ട് വേണം കുറച്ചും കൂടെ പാടായിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ചും കൂടെ എനിക്ക് ഇത് കുറച്ചും കൂടെ എന്താ പറയുക ആയിട്ടുള്ള ബുദ്ധിമുട്ടായിട്ടുള്ള യോഗാസനം ചെയ്യണം എന്നുള്ളൊരു മനസ്സ് വരുമ്പോൾ അത് ചെയ്തു തുടങ്ങാം. അല്ലാതെ ഒരിക്കലും ഇപ്പം പാദഹസ്താസനയൊക്കെ ചെയ്യുന്ന സമയത്ത് കാലുകളുടെ ഈ പുറകു ഭാഗം നല്ല വേദന ഉണ്ടാകും.
മസിലുകളും ഞരമ്പുകളൊക്കെ വലിയുകയൊക്കെ ചെയ്യും. നല്ല വേദനയാണ്. അതുകൊണ്ട് അതൊക്കെ ആദ്യം വഴങ്ങി വരണമെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ ഇരുന്നൊക്കെ ഉള്ള യോഗാസനങ്ങളും പ്രാണായാമങ്ങളൊക്കെ പരിശീലിച്ച് അത് ശീലമായിട്ട് വേണം മറ്റതിലേക്ക് കടക്കാൻ. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുമ്പം കൃത്യമായിട്ട് അതിരാവിലെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പം ചൂടുവെള്ളം 2 ഗ്ലാസ് കുടിക്കുക. അത് നമ്മുടെ ദഹനത്തിന് നല്ലതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ മലശോധനയ്ക്ക് വേണ്ടിയിട്ട് ഒരു കൃത്യസമയം കണ്ടെത്തുക. അത് എല്ലാ ദിവസവും ആ സമയം പാലിച്ചു പോവുക. പിന്നെ ഒരുപാട് നേരം ഈ മലശോധന എന്ന് പറഞ്ഞ കാര്യത്തിലേക്ക് പോകരുത്. ഒരു 5 അല്ലെങ്കിൽ ഒരു 7 മിനിറ്റ് അത്രയും നേരം ഇരിക്കുക. അപ്പം അതുകൊണ്ട് എന്താണ് ഇപ്പം ഒരുപാട് ഇപ്പം മറ്റുള്ളവരത് ചെയ്യുന്നതെന്ന് വെച്ചാൽ വർഷങ്ങളോളം കൃത്യമായിട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ദിവസം പോലും തെറ്റാതെ ചെയ്യുന്നതിൻ്റെ ഫലമാണ് അവരുടെ ആ ശരീരം ഇങ്ങനെ ഭയങ്കര വഴങ്ങി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ദിവസവും ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു അരമണിക്കൂർ രാവിലെ അതിനുവേണ്ടി മാറ്റി വയ്ക്കുക. അപ്പം ഇതാണ് യോഗാസനത്തിൻ്റെ ഗുണങ്ങളും അതിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് എത്ര അതിനെ പറ്റിയിട്ടുള്ള കാര്യം അറിയത്തുള്ളൂ. അപ്പോൾ ഇതിനേക്കാൾ കൂടുതലും കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. അത് ഞാൻ പറഞ്ഞറിഞ്ഞ് വരുന്നേ ഉള്ളൂ. ഒരാഴ്ച എത്ര യോഗാസനം ചെയ്യണം, പിന്നെ എത്ര മിനിറ്റ് ഒരു യോഗാസനം ചെയ്യാൻ സമയമുണ്ടെന്നൊക്കെ ഉള്ളൊരു കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ പഠിച്ചു വരുന്നതുള്ളൂ. അതുകൊണ്ട് എനിക്ക് അറിയാവുന്നുള്ളൊരു ചെറിയൊരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പങ്കുവച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിശ്വസിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് മറ്റൊരു ദിവസം കാണാം. അതുവരെ ബൈ, സബ്സ്ക്രൈബ്.